സ്വാമി ശരണം. കർക്കിടക മാസമാണല്ലോ ഇത്. രാമായണ മാസമായിട്ട് ആചരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ഹിന്ദു ഭവനങ്ങളിലും. രാമായണത്തിൻ്റെ പ്രസക്തി വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടമാണിത്. ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ പര്യായമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ധാർമ്മികതയല്ലാതെ യാതൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിലുണ്ടായിട്ടില്ല. രാമൻ്റെ അയണം അത് തന്നെയാണ് രാമായണം. വാൽമീകി മഹർഷിയുടെ വിരചിതമായ രാമായണം എന്ന ഏറ്റവും മനോഹരമായ മഹത് ഗ്രന്ഥമാണ് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള രണ്ട് ഗ്രന്ഥങ്ങളിലൊന്ന്. ഒന്ന് രാമായണം, ഒന്ന് മഹാഭാരതം. ഇതിനെ രണ്ടും ബേസ് ചെയ്തിട്ടുള്ള ധാർമ്മികമായ ജീവിതമാണ് ഭൂരിപക്ഷം സനാതനധർമ്മത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ രാമൻ്റെ ജീവിതം ഒരു തപസ്യയായിട്ട് എടുക്കുന്നുണ്ട്. കൂടാതെ രാമൻ്റെ ഈ ജീവിത രീതി എന്ന് പറയുന്നാൽ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ വഴികളിലും അദ്ദേഹത്തിൻ്റെ ധാർമ്മികത നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നതാണ്. ഓരോ ഉദാഹരണം, ഓരോ കഥയായിട്ട് രാജ്യത്തിന് വേണ്ടിയും പ്രജകൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒക്കെ ഈ ലോകത്തിന് വേണ്ടിയും ചെയ്ത നന്മതിന്മകൾ വിസ്മരിക്കപ്പെടാവുന്നതല്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ഗ്രന്ഥം രാമായണം തന്നെയാണ്. രാമായണത്തിൻ്റെ ഏറ്റവും വേറൊരു ശ്രേഷ്ഠമായ ഒരു കഥാപാത്രമാണ് ശ്രീരാമൻ്റെ കൂടെ നിഴൽ പോലെ നടക്കുന്ന ലക്ഷ്മണൻ. ആ സാഹോദര്യ സ്നേഹം എടുത്തു പറയേണ്ടത് തന്നെയാണ്. സഹോദരൻ്റെ സ്നേഹം എത്രമാത്രമാണ് ഒരു ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളത് ഈ രാമായണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിഴൽ പോലെ അദ്ദേഹത്തിനെ വിട്ടുപിരിയാതെ ആദ്യാവസാനം നടക്കുന്ന ഏറ്റവും ഒരു മഹത് വ്യക്തി തന്നെയാണ് ശ്രീ ലക്ഷ്മണൻ. അതുപോലെ പല സ്ഥലത്തും ഇപ്പോൾ ലക്ഷ്മണ ക്ഷേത്രങ്ങളുണ്ട്. അത് രണ്ടുപേർക്ക് തുല്യ പ്രാധാന്യത്തോടു കൂടിയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തുണ്ട്, ഇന്ത്യയിൽ പല ഭാഗത്തുമുണ്ട്. അത് വിസ്മരിക്കപ്പെടാനാവാത്ത ഒരു സംഗതി തന്നെയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടുള്ളത് ധാർമ്മികതയാണ്. ജീവിതത്തിൽ മൂല്യങ്ങൾ നമ്മൾ എന്തുമാത്രം പകർത്തണം, ഈ ധാർമ്മികത എത്രമാത്രം ഉൾക്കൊള്ളണം, ഇതിൽ കൂടെ നമുക്ക് എങ്ങനെ മോക്ഷം കിട്ടണം എന്നുള്ളതാണ് രാമൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യം. പുരുഷാർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ധർമ്മം, അർത്ഥം, മോക്ഷം, കാമം, മോക്ഷം, ഇങ്ങനെ 4 കാര്യങ്ങളാണ്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അടിസ്ഥാനം ധാർമ്മികത തന്നെയാണ്. ധർമ്മത്തിൽ കൂടെ വേണം അർത്ഥമുണ്ടാക്കാൻ, ധനം സമ്പാദിക്കാൻ, അതിൽ കൂടെ വേണം കാമം നിർവഹിക്കാൻ. കാമം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർജിക്കാവുന്ന വസ്തുക്കളിലോടുള്ള താല്പര്യങ്ങളിലല്ലേ, വീട്, കുടുംബം, പല വസ്തുക്കൾ, ഇതിനെയൊക്കെയാണ് കാമം എന്ന് പറയുന്നത്. അതും ആർജിക്കുന്നത് ധാർമ്മികതയിൽ കൂടെ വേണം എന്ന് തന്നെയാണ് ശ്രീരാമൻ തെളിയിച്ചിരിക്കുന്നത്. ആ ധാർമ്മികതയിൽ കൂടെ ആ മൂല്യങ്ങളിൽ ഉറച്ച് വിശ്വസിച്ച് ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത് ശ്രീരാമൻ്റെ ജീവിതകഥ നമുക്കെല്ലാം ഒരു വലിയ പാഠമാകേണ്ട കാര്യം തന്നെയാണ്. സ്വാമി ശരണം.